അപ്പോൾ അതുകൊണ്ട് അച്ചാറും കൂടെ കൂട്ടി ഇച്ചിരി കഞ്ഞി കുടിക്കാൻ പോവാണ്. അപ്പോൾ അതായത് ചട്ടിയിലോട്ട് നല്ല കഞ്ഞി അങ്ങോട്ട് ഇട്ടിട്ട് എല്ലാം കൂടെ കൂട്ടി കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഹലോ ഗൈസ്, ക്രിയേറ്റീവ് ലൈഫ് സ്കില്ലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നോയമ്പിന് സമയമൊക്കെ അല്ലേ, അപ്പോൾ ആ സമയത്ത് നമുക്ക് തൊട്ട് കൂട്ടാനായിട്ട് ഒരു ചെറിയൊരു സൈഡ് ഡിഷ് എന്ന പോലെ നമ്മൾ കുറച്ച് മാങ്ങ അച്ചാർ ഇടാൻ പോവാണ്. പക്ഷെ ഒരു 10 മാങ്ങയോളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അതിനുശേഷം നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം. പിന്നെ നമ്മളത് അച്ചാറിടാൻ പോവാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ വീഡിയോ വലിച്ചോട്ട് തോന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് അച്ചാർ ഇട്ട് എടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്തു വരുന്ന ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ അച്ചാറിടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നല്ലെണ്ണയുണ്ട്. അപ്പോൾ ഈ എണ്ണ ചട്ടിയൊക്കെ ഏകദേശം ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എണ്ണ ചട്ടിയിലോട്ട് ഒഴിച്ച് കൊടുക്കാൻ പോവാണേ. അപ്പോൾ നല്ലെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് നാൾ കേടുകൂടാതെ അച്ചാറൊക്കെ നിൽക്കും. ഒരു 4 വറ്റൽമുളക് വലുത് അത് നമ്മൾ പീസാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ആദ്യമേ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉലുവായും കുറച്ച് കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്തു, ഇഞ്ചി ചേർത്തു. ഇനി ഇത് കറിവേപ്പിലയാണ് ചേർക്കുന്നത്. കറിവേപ്പില ഒരു 3 കണ്ട് കറിവേപ്പിനകത്തേക്ക് ചേർക്കും. ഇനി ഇതിൽ നന്നായിട്ടൊന്ന് വഴന്ന് പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. ചിലപ്പോൾ എല്ലാവരും ഈ രീതിയിലായിരിക്കില്ല അച്ചാറിടുന്നത്. ചിലരൊക്കെ തീ ഓഫ് ചെയ്യാതെ തന്നെ ഇതിനകത്തേക്ക് പൊടിയിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് മാങ്ങ അരിഞ്ഞതിട്ട് വേവിച്ചെടുക്കാറുണ്ട്. പെട്ടെന്ന് കൂട്ടുന്നവരൊക്കെ അങ്ങനെ ഉണ്ടാക്കും. ഗ്യാസ് ഓഫ് ആക്കുവാണ് കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പൊടിയൊക്കെ ചേർക്കാം. ഇത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഈ പൊടി ചേർത്ത് നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഈ പൊടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ പൊടിയുടെ കളറ് ഒട്ടും പോകത്തില്ല. അപ്പോൾ അതേപടി തന്നെ നമുക്ക് കിട്ടും, നല്ല കളർഫുള്ളായിട്ട് കിട്ടും. കുറച്ച് മുന്നോട്ട് നിൽക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ കായപ്പൊടി ചേർക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി വെച്ച് നമ്മൾ ഇനി ഇത് ചൂടാറാനായിട്ട് വെക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മൾ പച്ചക്കടുകിൻ്റെ പരിപ്പെടുത്തതാണ്. അപ്പോൾ പരിപ്പ് കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അച്ചാറിന് മുകളിൽ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ നല്ല ചേരല്ലേ. പക്ഷേ ഈ കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്ക് ഇതൊന്നും ചേർക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മളിതെല്ലാം ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കടുക് പരിപ്പും കൂടെ നമ്മൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി നമ്മൾ മാറ്റി വയ്ക്കുവാണ്. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് പോയി കഴിഞ്ഞാലേ നമ്മൾ മാങ്ങ ഇട്ട് മിക്സ് ചെയ്തെടുക്കത്തുള്ളൂ. അപ്പോൾ ഇതിന് ചൂടാറാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരിഞ്ഞ് ഉപ്പ് ഇട്ട് തിരുമ്മി വെച്ചിരിക്കുന്ന മാങ്ങയാണ് കേട്ടോ. ഇനി മാങ്ങ നമുക്ക് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ ആ കൂട്ടൊക്കെ ഒന്ന് നല്ല തണുത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തണുക്കുന്നിടം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്കിനി ഈ മാങ്ങ അരിഞ്ഞ് ഉപ്പ് തിരുമ്മി വെച്ചിരിക്കും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇതങ്ങോട്ട് കുടഞ്ഞിട്ടേക്കാം. അപ്പോൾ ഉപ്പ് തിരുമ്മി വെച്ചത് കൊണ്ട് മാങ്ങായെന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ
ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ നല്ല അച്ചാറിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. ആ പുളി മണവും അച്ചാറിൻ്റെ മണവും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് വായിൽ ഇങ്ങനെ വെള്ളം വരികയല്ലേ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പും പുളിയൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ പുളിയുടെ കാര്യം പറയുകയാണെങ്കിൽ മാങ്ങ ആയതുകൊണ്ട് ചില മാങ്ങയ്ക്കൊക്കെ നല്ല പുളിയുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ വേറെ പ്രത്യേകിച്ച് അഡീഷണലായിട്ട് വിനാഗിരി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചില മാങ്ങയ്ക്ക് പുളി കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതിന് പുളിയുള്ളതാണല്ലോ അച്ചാറിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതേ നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചേർത്ത ഗ്രേവി എല്ലാം മാങ്ങായും കൂടെ കൂട്ടി നന്നായിട്ടായിട്ടുണ്ട്. ഇപ്പം നല്ല ആ ഒരു കളറും ഒക്കെ വന്നിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ചെറുതായിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉണ്ടോന്നേ. ഉപ്പും പുളിയെല്ലാം ആവശ്യത്തിനുണ്ട്, എരിവുണ്ട്. അപ്പോൾ ഈ പുളി ഇച്ചിരി കൂടെ ഇറങ്ങും ഇനി. ആ സമയത്ത് അഥവാ എരിവ് ഇച്ചിരി ഫ്രണ്ടിലോട്ട് എരിവ് നിന്നാലും കുഴപ്പമില്ല, അത് ബാലൻസ് ആയിക്കോളും, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം എല്ലാം പാകത്തിനുണ്ട്. എൻ്റെ ഒരു നോട്ടത്തിൽ പ്രത്യേകിച്ച് ഒന്നിൻ്റെ ഒരു കുറവ് കാണുന്നില്ല. അപ്പം ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള പരിപാടിയല്ലേ മാങ്ങാച്ചാർ ഇടുന്നത്. അപ്പം പ്രത്യേകിച്ച് നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂട്ടി മുളക് പൊട്ടിച്ച് നമ്മൾ മുളകും മഞ്ഞളും ഒക്കെ ഇട്ട് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യുക, പരിപാടി കഴിഞ്ഞു. പിന്നെ മാങ്ങ അരിഞ്ഞെടുക്കുക എന്നുള്ളത് ആണ് കുറച്ച് പരിപാടിയുള്ളൂ. അരിഞ്ഞ് വെച്ച് ഉപ്പും തിരിഞ്ഞ് വെച്ച് ഇതിനകത്തേക്ക് ഇട്ട് ഇളക്കിയാൽ പരിപാടി കഴിഞ്ഞു, മാങ്ങാച്ചാർ റെഡിയായി. അപ്പോൾ ഇപ്പോൾ നോമ്പിൻ്റെ സമയമായിട്ട് നമ്മളിത് മാങ്ങാച്ചാറും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്തെങ്കിലുമൊക്കെ കൂട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ നോയമ്പിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ച് കാണുമ്പം സത്യം പറഞ്ഞാൽ ചോറിനാറൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി ഇരിക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ കുറച്ച് ചോറ് ഇതിനകത്തിട്ട് ഇളക്കി തിന്നാനൊരു കൊതി ഇല്ലേ, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തോന്നില്ലേ? അപ്പം നമുക്ക് കുറച്ച് ചോറും കൂടി വേഗം ഉണ്ടായാലും, ആരോടും പറയണ്ട, വേഗം കുറച്ച് ചോറുണ്ടാക്കാം. കുറച്ച് ഉപ്പും കൊണ്ടേ കുറവുകൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കായപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് അച്ചാറും കൂടെ കൂട്ടി ഇച്ചിരി കഞ്ഞി കുടിക്കാൻ പോവാണ്. അപ്പോൾ അതേതായാലും ചട്ടിയിലോട്ട് നല്ല കഞ്ഞി അങ്ങോട്ട് ഇട്ടിട്ട് എല്ലാം കൂടെ കൂട്ടി കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കഞ്ഞി കുടിക്കാനൊരു സുഖമുണ്ടല്ലോ, ഭയങ്കര നല്ല ടേസ്റ്റ് അല്ലേ പഴങ്കഞ്ഞി. അപ്പോൾ ഇനി ഇതുണ്ടല്ലോ, ഈ കഞ്ഞിവെള്ളം കുടിക്കുന്നത് അതിനും പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതേ കഞ്ഞി മുഴുവൻ കുടിച്ച് തീർക്കട്ടെ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ മാങ്ങാച്ചാറൊക്കെ. അപ്പോൾ ഈ ഒരു രീതിയിൽ കൂടി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.